ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ണൂർക്ക് പോകുമ്പോഴാണ്. അപ്പോൾ കണ്ണൂർക്കാണ് ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടിക്കണേ. അത് ഓട്ടോറിക്ഷയിലാണ്. ഞങ്ങൾ ബസ്സിന് ട്രെയിന് സ്കൂട്ടിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലിട്ട് പോകാട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള മഞ്ചേരി സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്ന് കോഴിക്കോട് ബസ് കയറുന്നിടത്ത് നമുക്ക് എത്തണം. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിൻ്റെ അടുത്തിന്. അപ്പോൾ ഞാൻ വീഡിയോ കൂടുതൽ ഡബ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ മഞ്ചേരി സ്റ്റാൻഡിൻ്റെ അവിടെ ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി കോഴിക്കോട്ട് ബസ് കയറണം. അവിടുന്ന് കോഴിക്കോട്ട് നിന്ന് ഞങ്ങൾ ട്രെയിൻ പോകാനാണ് നോക്കണത്. ഇനി ട്രെയിന് സമയം പോയാൽ ഞങ്ങൾക്ക് ബസ്സിന് പോകേണ്ടി വരും. അപ്പോൾ ബസ്സിന് പോകേണ്ടി വരും. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ട്രെയിനിന് വേണ്ടി വരും. എന്തായാലും ട്രെയിൻ കയറണം ഗൈസ്. ഞാൻ കുറേ കാലമായി ട്രെയിൻ കയറിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബസ് കയറാം. ബസ് കയറിയിട്ട് ഇനി കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് കയറിയുണ്ട്. അപ്പോൾ ഇനി ഈ ബസ്സിലേക്കാണ് ഞങ്ങൾ കോഴിക്കോടേറ്റും പോകാം. ഞങ്ങൾ KSRTC ആണ് നോക്കിയത്, അത് കിട്ടിയില്ല. എന്താ വെച്ചാൽ KSRTC ആകുമ്പോൾ നമുക്ക് അവിടെ ലേറ്റ് ആകാതെ വേഗം എത്താം. എന്താ അധികം നിർത്തൂല, സ്റ്റാൻഡിലൊന്നും അധികം കയറൂല, നല്ല സ്പീഡിൽ കയറിയാലും വേഗം എത്താൻ സാധിക്കും. അധികം പിടിച്ചിട്ടൊന്നുമില്ല, വേഗം എത്താൻ സാധിക്കും. പക്ഷേ KSRTC കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ സാധാ ബസ്സിൽ തന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി കോഴിക്കോടേറ്റ് ഞങ്ങൾ ഈ ബസ്സിൽ തന്നെ കയറാം. ഞാൻ ഇവിടുത്തെ ബസ്സിലത്തെ കുറച്ച് കാഴ്ചകൾ തരാം. അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി എത്തി. കഴിഞ്ഞ് ഇവിടുന്ന് എടുത്ത് കോഴിക്കോടൊക്കെ എത്തണം. അപ്പോൾ ഈ ഫറൂഖ് ആണ് തോന്നുന്നത് ഈ സ്ഥലം. ഇതേതൊരു പുഴയാണ്, ഇതിൻ്റെ പേര് ചെറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. ഫറൂഖ് തന്നെയാണ് തോന്നുന്നത്. ഫറൂഖ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പുഴ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പുഴയും കടലും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. ഇത് പുഴ കായലാ, അതുകൂടി ഇത് കായലാണ് തോന്നുന്നത്. അതോ പുഴ എന്താ അറിയില്ല. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. കോഴിക്കോട് ലുലു മാളിൻ്റെ മുന്നിൽ കൂടിയാണ് ബസ് പോണേ. ഇത് എപ്പോഴാകുക ഇതായിട്ട് വേണം ഇങ്ങോട്ടൊന്ന് വരാൻ. ഇത് ഏകദേശം പണിയൊക്കെ പൂർത്തിയാക്കണമെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ ഇനി കുറച്ചുകൂടി ഉള്ളു തോന്നുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് വെറുതെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കോഴിക്കോട് സിറ്റി എത്തി. ഈ ഇത് ഹൈവേ തന്നെയല്ലേ ആണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി സ്റ്റാൻഡിൽ പോകണം. അത്രയ്ക്ക് തന്നെയാണ് ഇനിയുള്ള പരിപാടി. എന്നിട്ട് അവിടുന്ന് കണ്ണൂർ ബസ്സൊക്കെ കാരണം എന്തായാലും ഇവിടുന്ന് ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ എന്തായാലും കണ്ണൂർ ബസ് കാരണം അങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ വരാം. അപ്പോൾ കേസ് ഞങ്ങളങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് അധികം വീഡിയോ എടുക്കാത്ത എന്താ വെച്ചാൽ നാണാണ് കേസ്. എനിക്ക് പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇറക്കുമ്പോൾ നാണാണ്. അപ്പോൾ ഇവിടെ അവിൽ മിൽക്കൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് കണ്ടപ്പോൾ എന്താ പോലെ. അപ്പോൾ ഞാനൊരു ചായ മുട്ടാസും ഇപ്പോൾ ചായ മാറെന്തോ കുടിച്ചു. അപ്പോൾ നമുക്കിനി കണ്ണൂർ ബസ്. അപ്പോൾ ഞങ്ങളെ കണ്ണൂർ ബസ് കയറിയിട്ടുണ്ട്. ഞാനിവിടെ കോഴിക്കോട് എന്നൊരു ബോർഡും കണ്ടില്ല. അത് ന്യൂ ബസ് സ്റ്റാൻഡോ അങ്ങനെ ആണ് തോന്നുന്നത് ബോർഡ്. പിന്നെ ഇവിടുന്ന് കണ്ണൂർക്ക് ഞങ്ങൾ KSRTC നോക്കിയില്ല, എല്ലാ ബസ്സിന് തന്നെ കയറി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോയിക്കൊണ്ട് നിൽക്കുക. അവിടെ മറ്റേ NH26 പൊന്നൊക്കെ നടക്കുന്നിടത്തൂടെയാണ് പോണത്. അതിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കാൻ നോക്കണേ. എത്രത്തോളം റെഡിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. എല്ലാവരും കണ്ടക്കോലോ അത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതിൻ്റെ അടുത്ത് മാഹിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോണ കണ്ണൂർക്കല്ല, തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരി പോണ അവിടത്തെ വീഡിയോ ഉണ്ടാവും. പിന്നെ അവിടെ നിന്നിട്ട് ട്രെയിനിൽ വരുന്ന വീഡിയോ ഉണ്ടാവും. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ നല്ല അപ്പം എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തലശ്ശേരി എത്തിയിട്ട് കാണാം ഗൈസ്. മാഹിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ തലശ്ശേരി എത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ആളെ കാണാണ്ട്. അപ്പോൾ മൂപ്പരെ കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ തന്നെ പോരണം ഇന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി ഇറങ്ങി കഴിഞ്ഞ് തിരിച്ചു പോകണ വീഡിയോ കാട്ടിത്തരാം. അപ്പുറത്ത് ബീച്ചൊക്കെ ഉണ്ട്. ഞങ്ങൾ ബീച്ച് പോകണില്ല. എന്താ വെച്ചാൽ ഒരു വട്ടം പോയ വീഡിയോ ഇട്ടുകണേ നമ്മൾ ചാനലിൽ. അത് പോയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ വെറുതെ ഇനി ബീച്ചിൽ കൂടെ ഒന്നും കറങ്ങി സമയം കളയണില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു വരുന്ന വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങളതിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഞാനും ബാപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ തലശ്ശേരി ബോർഡൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എന്നാലും അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒച്ചയൊക്കെയുണ്ട്. എന്താ സംഭവം അറിയില്ല. പെയിൻ്റ് അടിക്കണം എന്താണോ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തങ്ങനെ ഞങ്ങൾ മെയിലിലാണ് ടിക്കറ്റ് എടുത്തത്. ഒരു വള്ളക്കുപ്പി വാങ്ങിങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കല്ല ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടിക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ നിർത്താൻ പോണ ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ നിർത്തൂല കേട്ടോ. ഇതേതാ ട്രെയിൻ അറിയില്ല. അപ്പോൾ ആ ട്രെയിൻ പോയി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ തലശ്ശേരി ലാസ്റ്റ് ബോർഡിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്.
അപ്പം ആണ് നമുക്ക് പോലെ ട്രെയിൻ തന്നെ ചെന്നൈ മേലെ. ഇത് മംഗളൂരിൽ നിന്ന് ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അത് വരുന്നുണ്ട്, ഇതിനാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വരട്ടെ. ഗായ്സ് ഈ ട്രെയിനിൽ പോരന്തര കേസ് കഴിയില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രെയിനായിട്ടാണ് പോകുന്നത്. അടുത്ത കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്, അപ്പോൾ അതിന് പോകണം. ഗായ്സ് എനിക്ക് ഷോർട്ട് ഇടാൻ ഞാൻ അങ്ങനെയായിട്ട് വീഡിയോ എടുത്തത്. നമ്മൾ പോണത് ഈ ട്രെയിനിലാണ്. അപ്പോൾ ഇത് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ കയറിയിട്ട് കാണാം. ഇതിൽ നല്ല തിരക്കുന്ന കേസ് പോയില്ല, അഞ്ഞു വേറെ ട്രെയിനിൻ്റെ അവസ്ഥ കേസ്. എനിക്ക് എല്ലാ സ്റ്റേഷനും കാണാൻ കഴിയും തോന്നുന്നില്ല. എനിക്ക് കഴിയുന്ന അത്ര വീഡിയോസ് എടുക്കുക കേസ്, അല്ലെങ്കിൽ ഫോണൊക്കെ പോകും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രെയിൻ അങ്ങനെ എടുത്തു തലശ്ശേരിന്ന്. അപ്പോൾ ഇത് അങ്ങനെ നമ്മളെ മാഹിയിലെത്തിയിട്ടുണ്ട്. മാഹിയും ട്രെയിന് ഈ ഒരു വർക്ക് തന്നെയാണ്, ഒരു വഴിയുള്ള കേസ്. ഗൈസ് അങ്ങനെ എങ്ങനെയോ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇതിലൊക്കെ നോക്കി ഗൈസ്, ഇതിലൊക്കെ ഒരു തിരക്ക് നോക്കി ഞങ്ങളങ്ങനെ ഇറങ്ങി. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം ഗൈസ്. എനിക്ക് എല്ലാ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, എല്ലാ സ്റ്റേഷനും കവർ ചെയ്യാൻ കഴിഞ്ഞില്ല, സോറി ഗൈസ്. നമുക്കിനി വേറെ ഏതെങ്കിലും വീഡിയോയിൽ നോക്കാം. ഇവിടുത്തെ ഒരു തിരക്കൊക്കെ ഗൈസ്. ഗൈസ് പുറത്തേക്കുള്ള വഴിയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നേരിട്ട് ഞങ്ങൾ 10 മിനിറ്റ് നടന്നിട്ട് അവിടുന്ന് ബസ് കയറാം. ഈ തിരക്കുന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് പോട്ടെ. എനിക്ക് തിരക്കൊക്കെ ഉണ്ടാകും, ഭയങ്കര ചടപ്പാണ്. അല്ലെങ്കിൽ തന്നെ ട്രെയിനിൽ നിന്ന് ചടച്ചിക്കണ് അമ്മ തിരക്കിന്. തലശ്ശേരിയിൽ നിന്ന് ഇവിടെ ഒറ്റ നിന്ന ഗൈസ് പോസ്റ്റ് ഓഫീസ് കൊറിയർ ഓഫീസ് ഗൈസ്. കുറച്ചും കൂടി നടന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിങ്ങനെ ഫുള്ള് തന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെയാണ്. ഫുള്ള് ഫ്രൂട്ട്സ് നിരത്തി ഫ്രൂട്ട്സ് ഇങ്ങടെയാണ്. ഇത് ഇപ്പോൾ പറഞ്ഞതാണ് ഇവിടെ ഒരു ചന്തയാണ് ഫ്രൂട്ട്സിൻ്റെ. ഗ്രീൻ ആപ്പിൾ എല്ലാ തരം സംഭവങ്ങളും ഉണ്ട് ഇവിടെ. റംബുട്ടാൻ എല്ലാത്തിനും ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയണത് ഗൈസ്. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ മോശമായ ഒരു ദിവസമായിരുന്നു ഇന്ന്, ഒരു ചടച്ച വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തെടുക്കാം.